ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും രാവിലെ തൊട്ട് രാത്രി വരെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്ന ആളുകളാണ്. അതിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ മൊബൈൽ ഡാറ്റ നഷ്ടമാവുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 3 ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ പകുതിയോളം നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ്. ഇത് നമ്മളൊന്ന് എനേബിളോ ഡിസേബിളോ എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അതൊന്ന് കൃത്യമായി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ പകുതിയോളം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. വീഡിയോ മുഴുവൻ കാണുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നെറ്റ് ലാഭിക്കാനുള്ള നല്ല മാർഗ്ഗമാണിത്. ആദ്യം തന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്നുണ്ട്. അവിടെ 3 ലൈൻസ് കാണിക്കുന്നുണ്ട്. ആ ലൈൻസിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ താഴേക്ക് സെറ്റിങ്സ് കുറേ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ഡാറ്റ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നതാണ്. ഇവിടെ മൊബൈൽ ഡാറ്റ ആൻഡ് യൂസേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റ സേവർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യൂസ് അപ് ടു 40% ലെസ് ഡാറ്റ ബൈ റെഡ്യൂസിങ്. അതായത് വീഡിയോ ക്വാളിറ്റി നമുക്ക് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ നമുക്ക് 40% നമുക്ക് ലാഭിക്കാൻ പറ്റും മൊബൈൽ ഡാറ്റ. ഇതെല്ലാം നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നതാണ്. ഇത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, ഏറ്റവും അവസാനം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷനും കൂടി കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മുകളിൽ കാണിക്കേണ്ട ഡാറ്റ സേവർ അവിടെ ഓൺ ചെയ്ത് വെക്കുക. ഇവിടെ അടുത്ത കാര്യം ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് ഓരോ വീഡിയോസും ഓട്ടോമാറ്റിക്കലി റൺ ചെയ്ത് തുടങ്ങും. അതൊക്കെ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതിവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കുക. അതോടുകൂടി നമുക്ക് ഈ ഫേസ്ബുക്കിൽ നിന്ന് വളരെയധികം ഡാറ്റ ലാഭിക്കാൻ സാധിക്കും. ഇനി അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഓപ്ഷൻ പറഞ്ഞുതരാം. അതായത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് താഴെ കാണിക്കും. താഴെ കാണുന്നുണ്ട്, റൗണ്ടിൽ പ്രൊഫൈൽ പിക്ചർ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് മുകളിൽ 3 ലൈൻസ് കാണിക്കുന്നുണ്ട് അല്ലേ. ഈ ഇൻ്റർഫേസിൽ നമുക്ക് കാണുന്നത് 3 ലൈൻസാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെയും ഇൻസ്റ്റ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഡാറ്റ പകുതിയോളം ലാഭിക്കാൻ സാധിക്കുന്ന ഓപ്ഷനുണ്ട്. ഇതൊന്നും പലർക്കും അറിയില്ല. ഇത് അറിയാത്തവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന് മൊത്തം. എല്ലാവരും ഒന്ന് അറിയട്ടെ ഇതൊക്കെ. ഇനി നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് ഡാറ്റ സേവർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. അത് നമ്മൾ കണ്ടില്ലേ, അതൊന്ന് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതിയോളം ഡാറ്റ നമുക്ക് ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതായത് ഹൈ ക്വാളിറ്റി മീഡിയ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഡാറ്റ മൊബൈൽ ഡാറ്റ നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ ആ മൊബൈൽ ഡാറ്റ സേവർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് ഡാറ്റ ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. യൂട്യൂബിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണിക്കുന്നുണ്ട്. പ്രൊഫൈൽ പിക്ചറിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് സെറ്റിങ്സ് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ സെറ്റിങ്സുകൾ കാണിക്കുന്നുണ്ട്. ജനറൽ, അക്കൗണ്ട്, ഡാറ്റ സേവിങ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്കതിൽ വേണ്ട ഡാറ്റ സേവിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇത് വളരെയധികം നമുക്ക് ഡാറ്റ ലാഭിച്ചു തരുന്നതാണ് ഡാറ്റ സേവിങ്. ഇവിടെ ഡാറ്റ സേവിങ് മോഡ് ഒന്ന് ഡിസേബിൾ ആയിരിക്കും നിങ്ങളുടെ ഫോണിലുണ്ടാവുക. അതൊന്ന് ഡിസേബിൾ ആണെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി അത് ഓട്ടോ ആയിട്ട് റെഡ്യൂസ് ചെയ്ത് തരും. പക്ഷേ അതുകൊണ്ട് നമുക്ക് കാണാൻ തീരെ മോശമാണെന്നല്ല, നല്ല രീതിയിൽ തന്നെ കാണാം. പക്ഷേ കുറഞ്ഞ് തരുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുറച്ച് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓൺലി ഡൗൺലോഡ് ഓവർ വൈഫൈ, അതായത് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈഫൈ വഴി മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾ ഡാറ്റ സേവർ മോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതൊരൊറ്റ മുഴുവനായിട്ട്
ആണ് ഓൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ഓൺ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്ത് വെക്കാം. അതിൽ നല്ലത് ഡാറ്റ സേവിങ് മോഡ് ഒരുമിച്ച് ഓൺ ചെയ്ത് വെക്കുന്നതാണ്. അതിനുശേഷം ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്തിട്ട് ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ എടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഡാറ്റ വളരെയധികം ലാഭിക്കാൻ സാധിക്കും. അവിടെ താഴേക്ക് എപ്പിയറൻസ് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഡാർക്ക് തീം മോഡിലേക്ക് മാറ്റി കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫോണിൽ ലൈറ്റ് തീമിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ഡാർക്ക് തീം എന്ന് പറഞ്ഞിരിക്കുന്ന മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡാറ്റ ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി ലാഭിക്കാൻ സാധിക്കും. പിന്നെ അതിനുശേഷം ഇവിടെ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുക. ഈ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ പ്ലേ ബാക്ക് ആൻഡ് ഫീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് നമ്മുടെ ഡാറ്റ വല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതും പ്ലേ ബാക്ക് ആൻഡ് ഫീഡ്സിലും ഒഴിവാക്കി വെക്കുക. ഇത് മൊത്തം നിങ്ങൾക്ക് നല്ലപോലെ ഡാറ്റ ലാഭിക്കും. എന്നാൽ ഉടൻ തന്നെ മൊബൈൽ എടുക്കുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ യൂട്യൂബ്, ഈ 3 കാര്യങ്ങളിലും ഞാൻ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ അതിനുശേഷം നോക്കുക. നിങ്ങൾ പിന്നീട് ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ ഡാറ്റ നിങ്ങൾക്ക് പകുതിയോളം ലാഭിക്കാൻ പറ്റും. നിങ്ങളുടെ കമൻസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.